കർഷകരുടെ വണ്ടി, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു നിശബ്ദ പാത. നാസി അധിനിവേശ പോളണ്ടിന്റെ ഹൃദയഭാഗത്ത് ഒരു എളിയ കർഷകനായ ജാൻ കോവാൽസ്കി യഹൂദ കുടുംബങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാം പണയപ്പെടുത്തി. ഒരു ചെറിയ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ജീവിച്ച അദ്ദേഹം എണ്ണമറ്റ ഭീകരതകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിർദ്ദയമായ കൂട്ടക്കൊലകൾ, തിരോധാനങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട ശൂന്യമായ വീടുകൾ. എന്നാൽ നിശബ്ദത പാലിച്ച പലരിൽ നിന്നും വ്യത്യസ്തമായി ജാൻ അഭിനയിക്കാൻ തിരഞ്ഞെടുത്തു. തന്റെ തടി വണ്ടി ഉപയോഗിച്ച് ജാൻ ഒരു ധീരമായ രക്ഷപ്പെടൽ പദ്ധതി ആവിഷ്കരിച്ചു. അദ്ദേഹം പതിവായി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന വൈക്കോൽ, പച്ചക്കറി എന്നിവയുടെ കൂമ്പാരങ്ങൾക്കിടയിൽ ഒരു തെറ്റായ അടിഭാഗം ശ്രദ്ധാപൂർവം നിർമ്മിച്ചു. ഈ മറഞ്ഞിരിക്കുന്ന കമ്പാർട്ടുമെന്റിനു താഴെ പരിഭ്രാന്തരായ ജൂതകുടുംബങ്ങൾ പൂർണ്ണ നിശബ്ദതയിൽ കിടന്നു. അവരുടെ ജീവിതം ഓരോ യാത്രയിലും ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുന്നു. ഓരോ യാത്രയും അപകടം നിറഞ്ഞതായിരുന്നു. നാസി പട്ടാളക്കാർ റോഡുകളിൽ പട്രോളിംഗ് നടത്തി, വണ്ടികൾ നിർത്തി രക്ഷപ്പെട്ടവരെ തിരയുന്നു. വണ്ടിയുടെ അടിയിൽ നിന്നുള്ള ചെറിയ ചലനമോ ശബ്ദമോ എല്ലാവരുടെയും മരണത്തെ അർത്ഥമാക്കുമെന്ന് ജാൻ അറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശാന്തമായ പെരുമാറ്റവും ഒരു ലളിതമായ കർഷകനെന്ന പ്രശസ്തിയും എണ്ണമറ്റ ചെക്ക്പോസ്റ്റുകളിലൂടെ തിരിച്ചറിയപ്പെടാതെ കടന്നുപോകാൻ അദ്ദേഹത്തെ അനുവദിച്ചു. പ്രത്യേകിച്ച് ഭയാനകമായ ഒരു യാത്ര ഏതാണ്ട് ദുരന്തത്തിൽ അവസാനിച്ചു. കനത്ത സുരക്ഷയുള്ള ഒരു ചെക്ക്പോസ്റ്റിനെ സമീപിച്ചപ്പോൾ ഒരു നാസി ഉദ്യോഗസ്ഥൻ തന്റെ റൈഫിൾ പുല്ലിൽ കുത്തി മറഞ്ഞിരിക്കുന്ന യാത്രക്കാരെ തിരഞ്ഞു. ജാൻ പെട്ടെന്ന് ചിന്തിച്ചു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എന്റെ ഉരുളക്കിഴങ്ങിനെ നിങ്ങൾ കുറ്റക്കാരനായി കാണില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു." കാവൽക്കാർ ചിരിച്ചു. നിരുപദ്രവകാരിയായ വൃദ്ധനായി അവനെ തള്ളിക്കളഞ്ഞു. അവനെ കൈകാണിച്ചു. വൈക്കോലിനടിയിൽ ഒരു അമ്മ തന്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ചു. നിശബ്ദമായ നന്ദിയോടെ അവളുടെ മുഖത്ത് കണ്ണുനീർ ഒഴുകുന്നു. കാലക്രമേണ ജാൻ 50-ലധികം പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് കടത്തി. യുദ്ധാനന്തരം അദ്ദേഹം രക്ഷിച്ച പലരും അദ്ദേഹത്തെ ഒരു നായകനായി വാഴ്ത്തി.